ഇന്ന് അങ്ങനെ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ തന്നെ ഒരു മോർണിംഗ് വ്ലോഗ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ ഒരു 5:30 ആയപ്പോ എണീറ്റു കേട്ടോ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൈത്തായിട്ട് നേരത്തെ പോണം. അവിടത്തെ ദൂരം എവിടേക്ക് കൂടുതലായതുകൊണ്ട് തന്നെ നേരത്തെ വർക്കിന് പോണം. അപ്പൊ ഫുഡൊക്കെ ആക്കണം, കഴിച്ചിട്ടും പോണം. അപ്പൊ ഞാന് ഫസ്റ്റ് തന്നെ ഇവിടത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ് കേട്ടോ. അപ്പൊ സംഭവം നല്ല വ്യൂ ഒക്കെയാണ്, സൈഡിലേക്ക് മലയൊക്കെ ഉള്ള കാരണം കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷെ ചൂട് ഉള്ള സമയം ആയതുകൊണ്ട് ഇപ്പൊ ഈ നേരത്തൊക്കെ ഉഷ്ണം തന്നെയാണ് കേട്ടോ പുറത്തിറങ്ങിയപ്പോ. അപ്പൊ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത കാരണം ഞാൻ തിരിച്ചടുക്കളയിൽ തന്നെ പോയി പിന്നെ പണികളങ്ങോട്ട് ആരംഭിക്കാന്ന് വിചാരിച്ചു. ചോറൊക്കെ തലേന്ന് തന്നെ മറ്റേ റൈസ് കുക്കറിൽ ഇറക്കി വെക്കണോണ്ട് ആ ഒരു പരിപാടി എളുപ്പമാണ് കേട്ടാ. പിന്നെ ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉച്ചക്കലേക്ക് തയ്യാറാക്കണം കേട്ടാ. പിന്നെ എന്താ രാവിലേക്ക് ചിക്കനും ചപ്പാത്തി, ഇപ്പൊ തലേന്നത്തെ ചിക്കൻ ഇരിക്കണം. അപ്പൊ ചപ്പാത്തി, പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയിരിക്കണം കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ആദ്യത്തെ ആഴ്ചയാണ് കേട്ടാ. ആദ്യത്തെ ആഴ്ച വെച്ചാൽ 2 ദിവസം എങ്ങാണ്ടായിട്ടുള്ളൂ താമസമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ എത്തുമ്പോഴത്തൊന്നും കിട്ടണില്ല. നമുക്ക് വീടായിട്ടൊരു പരിചയം വന്നിട്ടില്ലല്ലോ. അപ്പൊ ഞാന് പറ്റണ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയിപ്പൊ പരിചയമാവും, കുറച്ച് ദിവസത്തിന് എനിക്ക് റെഡി ആവും എന്ന് വിചാരിക്കാം. പിന്നെ അവിടെ ആവുമ്പോ പിന്നെ ഈ ജോലികളൊക്കെ സെയിം ചെയ്യണോണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടാ. നമുക്ക് വീട്ടിലിങ്ങനെ റൂം എവിടെയാ അങ്ങനത്തെ ഒക്കെ ഒരു തപ്പലാണെന്ന് മാത്രം. സാധനങ്ങളായാലും വെച്ചെടുത്തൊന്നും ഇല്ലല്ലോ, ഒക്കെ മാറിയില്ല ഇരിക്കണ സാധനം. അടുക്കളയൊക്കെ മാറിയല്ലോ മൊത്തത്തില്. പിന്നെ എനിക്ക് വീട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. പിന്നെ വാടക വീടാണല്ലോ എന്നുള്ളൊരു വിഷമം മാത്രം. നല്ല വീടൊക്കെയാ, നല്ല ഇഷ്ടമായിട്ടാ. പുറത്തായാലും നമുക്ക് നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഇരിക്കാനൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ സായിത്തേട്ടൻ ചായ കുടിക്കാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പിള്ളേർക്കുള്ള പാല് കാച്ചി നിൽക്കും. അപ്പൊ സായിത്തേട്ടൻ തന്നെ ഫുഡ് വിളമ്പിക്കോളോ, എനിക്ക് നേരമില്ല പറഞ്ഞു. പിന്നെ പാക്കിങ് ആരംഭിക്കാറായി. അപ്പൊ കഴിക്കണ നേരം കൊണ്ട് ഞാന് കൊണ്ടുപോകാനുള്ളതൊക്കെ രാവിലത്തേക്കുള്ളതൊക്കെ ഞാന് പിന്നെ ഈവനിങ്ങിലേക്ക് ഇങ്ങനെ സ്നാക്സ് കഴിക്കാറില്ല കേട്ടാ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള കാരണം വൈകുന്നേരത്തിന് സ്നാക്സിന് പകരം ഇതാണ് കേട്ടോ. ആപ്പിളൊക്കെ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ പേരയ്ക്കാണെങ്കിൽ അത്. പിന്നെ ഇവിടെ കുഴൽക്കിണറാണ് വെള്ളം, അതുകൊണ്ട് തന്നെ നമുക്ക് പിടുത്തില്ലാത്തൊരു വെള്ളമാണ്. വലിയ കുഴപ്പമില്ല, പക്ഷെ ചെറുതായിട്ട് നമുക്ക് ഇരുമ്പിന്റെ ഒക്കെ ചൊവ്വ പോലെ ഉണ്ട്. അപ്പൊ അത് കാരണം ഫിൽറ്റർ വെച്ചു കൂട്ടാ. അങ്ങനെ അടുക്കളയിലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഇട്ടിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാനൊരു ചെറിയ കാപ്പി ഇട്ടിട്ട് ഫ്രണ്ടിൽ വന്നിരുന്ന് സുഖമായി കുടിക്കാണ് കേട്ടാ. അപ്പൊ എനിക്ക് മാത്രമേ കാപ്പിയുടെ ആവശ്യമുള്ളൂ കേട്ടാ. അപ്പൊ സൈത്തേട്ടൻ പോവാറായിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടാ. അപ്പൊ ഞാൻ പുറത്തിറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ് കേട്ടാ. അപ്പൊ നമ്മുടെ ചെടികളൊന്നും അധികം കൊണന്നിട്ടില്ല. ആകെ 2-3 ചെടികളും ഒരു വേപ്പിൻ തൈയും കൊണന്നിട്ടുണ്ട്. പിടിക്കുമെന്നൊന്നും അറിയില്ല, കാരണം ഇവിടെ അമ്മാതിരി ചൂടാണ് കേട്ടാ. അപ്പൊ അത് കരിഞ്ഞാകെ പോയി 2 ദിവസത്തെ വെയിലുണ്ട്. പിന്നെ ഞാനത് തണലത്തേക്ക് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു, കാരണം അതുപോലെ വെയിലുകളുണ്ട് പുറത്തിരിക്കുമ്പോ. അങ്ങനെ അതെടുത്ത് ഓരോന്ന് പെറുക്കി കൂട്ടി ഇങ്ങോട്ട് വെക്കാന്ന് വെച്ചു. ഇനി ചെടികളൊക്കെ പുതിയ വീടൊക്കെ വെച്ചതിന് ശേഷം വേണം ആരംഭിക്കാൻ. ഇപ്പൊ ഇനി ഇവിടെ നടാനുള്ള സ്ഥലവും ഇല്ല, ഫുള്ള് ഇതുപോലെ ടൈലിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഓരോ വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ, ബൈ.